നമസ്കാരം, പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വീക്കിലെ ആദ്യത്തെ ട്രേഡിംഗ് സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. വ്യാഴാഴ്ചത്തെ ഇടിവ് തുടരുന്നൊരു കാഴ്ചയാണ് വെള്ളിയാഴ്ച നമ്മൾ കണ്ടത്. അതിർത്തിയിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നൊരു സാഹചര്യമുണ്ട്. വിപണിയുടെ റാലിയിൽ അപ്രതീക്ഷിത തിരിച്ചടി കൂടിയായിരുന്നു ഇത്. നിഫ്റ്റി അതിന്റെ ക്രൂഷ്യൽ സപ്പോർട്ടായിട്ടുള്ള 23,800, 23,870 സോണിൽ ടെസ്റ്റ് ചെയ്യുകയും ഇൻട്രാഡേ ലോ ആയിട്ടുള്ള 23,847 നിന്നും 300 പോയിന്റോളം റിക്കവറി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 24,039 സൂചിക അവസാനിച്ചത്. മെയ് സീരീസ് ഒരു വീക്ക് നോട്ടിൽ തന്നെയാണ് ആരംഭിച്ചത്. എങ്കിലും പാദഫലങ്ങളും മെയ് 7 നടക്കാനിരിക്കുന്ന FOMC പോളിസി ഡിസിഷൻസും ഒക്കെ വരും സെഷനുകളെ സ്വാധീനിച്ചേക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സെഷനിൽ US വിപണിയെ സംബന്ധിച്ച് S&P 500.74% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. 5,525.21 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നാസ്ഡാക്ക് 1.26% മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 17,282.94 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡൗ ജോൺസും 20 പോയിന്റോളം ഒരു വളരെ നേരിയ നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 40,113.5 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ ഒരു നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ചൈനയുടെ ഭാഗത്തു നിന്നും സ്റ്റിമുലസ് മെഷേഴ്സ് കൂടുതൽ ഉണ്ടാകുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ US-ഉം ചൈനയും തമ്മിലുള്ള നെഗോഷിയേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷകളൊക്കെ ഉണ്ട്. നിഫ്റ്റി ഇന്നിപ്പോൾ ഒരു 114 പോയിന്റിന്റെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24,202.5 എന്ന റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി നിലവിലും ഒരു നേട്ടം നിലനിർത്തുന്നുണ്ട്. ഏഷ്യൻ വിപണികളിലും ആ ഒരു നേട്ടം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. HDFC സെക്യൂരിറ്റീസിലെ വിനയ് രജനി പറയുന്നത് സൂചിക അതിന്റെ സ്വിംഗ് ലോ ആയിട്ടുള്ള 21,743 നിന്നും 2,600 പോയിന്റ് ഉയർന്നിട്ടുണ്ട് എന്നാണ്. അതിനാൽ തന്നെ ഒരു പുൾ ബാക്ക് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ഇവിടെ നിഫ്റ്റിയിൽ ചെറിയൊരു കറക്ഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി 20-യുടെ 50-യുടെ 100-ഡേ DMAക്ക് മുകളിൽ തുടരുന്നതിനാൽ പൊസിഷണൽ ട്രെൻഡ് ബുള്ളിഷ് ആണെന്ന് അദ്ദേഹം പറയുന്നു. 23,847 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,500 നമ്മൾ ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട്. അപ്സൈഡിൽ 24,150, 24,365 എന്നീ ലെവലുകളിലാണ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. LKP സെക്യൂരിറ്റീസിലെ രൂപക്തി പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ നിക്ഷേപകർ കുറച്ചുകൂടെ ജാഗ്രതയോടെ വിപണിയെ സമീപിക്കണം എന്നാണ്. ഷോർട്ട് ടേമിൽ 23,800 തുടർന്ന് 23,515 എന്ന നിലയിലായിരിക്കും സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ബാങ്ക് നിഫ്റ്റി സൂചികയിൽ 55,400 റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. ഏഞ്ചൽ വണ്ണിലെ ടെക്നിക്കൽ അനലിസ്റ്റ് രാജേഷ് ബുസാലെ പറയുന്നത് പ്രധാനമായ റെസിസ്റ്റൻസ് 55,000, 55,500 എന്ന ലെവലിലാണ്. സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് 54,000, 53,300 എന്ന റേഞ്ചിലാണെന്നാണ്. കഴിഞ്ഞ സെഷനിൽ FIS-ഉം DIS-ഉം ബയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. FIS 2,952 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയപ്പോൾ DIS 3,540 കോടി രൂപയുടെ ഓഹരികൾ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് കഴിഞ്ഞ സെഷനിൽ 5.6% ഉയർന്ന് 17.16 എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന ഓഹരികൾ നോക്കാം. അൾട്രാടെക് സിമന്റ്, ആദിത്യ ബിർള സൺലൈഫ് AMC, അദാനി ഗ്രീൻ എനർജി, അദാനി ടോട്ടൽ ഗ്യാസ്, CSB ബാങ്ക്, ഹെക്സാവെയർ, IDBI ബാങ്ക്, IRFC, ഒബ്രോ റിയൽറ്റി, PNB ഹൗസിംഗ് ഫിനാൻസ്, TVS മോട്ടോഴ്സ്, കാസ്ട്രോൾ ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഫിനോ പേയ്മെന്റ്സ് ബാങ്ക്, ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ്, ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ്, ഗ്രീൻപ്ലൈ ഇൻഡസ്ട്രീസ്, IIFL ക്യാപിറ്റൽ സർവീസസ്, കെഫിൻ ടെക്നോളജീസ്, KPIT ടെക്നോളജീസ്, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ്, യൂക്കോ ബാങ്ക് പോലുള്ള കമ്പനികൾ ഇന്ന് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. നാളെ പ്രധാനമായിട്ടും ബജാജ് ട്വിൻസ്, അതായത് ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ് എന്നീ കമ്പനികളുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ട്രെൻഡ്, അംബുജ സിമന്റ്സ്, BPCL, വിശാൽ മെഗാമാർട്ട്, 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്, സ്റ്റാർ ഹെൽത്ത്, പഞ്ചാബൻ സിന്ധ് ബാങ്ക് പോലുള്ള കമ്പനികളാണ് പ്രധാനമായിട്ടും റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത്. സോ ഈ സ്റ്റോക്കുകളും ശ്രദ്ധിക്കാവുന്നതാണ്. കഴിഞ്ഞൊരു വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ റിസൾട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ കൂടി നോക്കാം. ഈ സ്റ്റോക്കുകളും ഫോക്കസിൽ വെക്കാവുന്നതാണ്. അതിൽ മേജറായിട്ടും റിലയൻസ് തന്നെയാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസിൽ വരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ടെലകോം ഒപ്പം തന്നെ റീറ്റെയിൽ ബിസിനസ്സിൽ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പ്രോഫിറ്റിൽ 6.4% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനം 8.8% ഉയർന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്.
ടോട്ടൽ ഇക്വിറ്റി 10 ലക്ഷം കോടി മറികടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി മാറാൻ റിലയൻസിന് സാധിച്ചിട്ടുണ്ട്. കമ്പനി 5 രൂപ 50 പൈസ റേഞ്ചിൽ ഒരു ഡിവിഡൻഡും കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു ഡിവിഡൻഡാണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആനന്ദ് അംബാനിയെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. മെയ് 1 മുതൽക്കായിരിക്കും അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ചുമതലയേൽക്കുക. നിലവിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത്. റിലയൻസ് ജിയോ സംബന്ധിച്ച് 25% മുന്നേറ്റം പ്രോഫിറ്റിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. റവന്യൂ 17% വർദ്ധിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ പാരാമീറ്റേഴ്സിലേക്ക് കടക്കുന്നില്ല. ധാരാളം കമ്പനികൾ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ റിലയൻസിൽ നമുക്ക് ഒരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവലുകൾ നോക്കാം. റെസിസ്റ്റൻസ് 1341 എന്ന ലെവലിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 1341 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് മൊമെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തുടർന്ന് 1410 ടു 1460 എന്നൊരു ലെവൽ വരെ പോയേക്കാമെന്ന് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 1320 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ 1345 ടു 1360 എന്ന റേഞ്ചിലേക്ക് പോകാൻ സാധിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതല്ല 1280 എന്ന റേഞ്ചിനോട്ട് താഴേക്കാണ് പോകുന്നതെങ്കിൽ 1250 എന്നൊരു ലെവൽ വരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം റിലയൻസ് ഓഹരിയുടെ RSI പരിശോധിക്കുമ്പോൾ ന്യൂട്രൽ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതിനാൽ തന്നെ ഈ ലെവലുകൾ നമുക്ക് ശ്രദ്ധിക്കാമെന്ന് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പ്രോഫിറ്റ് 8.8% കുറഞ്ഞിട്ടുണ്ട്. വരുമാനത്തിൽ 9% മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് ആണ് റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി. പ്രോഫിറ്റ് 58% ഇടിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 9% മുന്നേറ്റം രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. സാസ്കൻ ടെക്നോളജീസ് ശ്രദ്ധിക്കാവുന്നതാണ്. പ്രോഫിറ്റ് 36% കുറഞ്ഞിരിക്കുന്നത്. വരുമാനത്തിൽ 36% മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ബോർഡ് 13 രൂപ ഡിവിഡൻഡ് കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. SBFC ഫിനാൻസ് ശ്രദ്ധിക്കാവുന്നതാണ്. പ്രോഫിറ്റ് 29% മുന്നേറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3000 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ വഴിയായിരിക്കും സമാഹരിക്കുക. ഇന്ത്യ സിമന്റ്സിന്റെ നഷ്ടം വർദ്ധിച്ചതായിട്ട് കാണും. 29 കോടി രൂപയുടെ നഷ്ടമായിരുന്നു മുൻപ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ അത് 75 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. വരുമാനം 3% കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. മാംഗ്ലൂർ റിഫൈനറി പെട്രോ കെമിക്കൽസ് ആണ് റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു കമ്പനി. കമ്പനിയുടെ പ്രോഫിറ്റ് 68% കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. വരുമാനം 2% കുറഞ്ഞിട്ടുണ്ട്. ബൻസാലി എഞ്ചിനീയറിംഗ് പോളിമേഴ്സ് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് 2% കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വരുമാനം 7% കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. റൊസാരി ബയോടെക് ശ്രദ്ധിക്കാവുന്നതാണ്. പ്രോഫിറ്റ് വളരെ നേരിയ മുന്നേറ്റം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. റവന്യൂ 22% വർധനവ് ഉണ്ടായിട്ടുണ്ട്. സെൻസാർ ടെക്നോളജിയുടെ പ്രോഫിറ്റ് 1.8% വർദ്ധിച്ചിരിക്കുന്നത്. വരുമാനം 10% ഉയർന്നിട്ടുണ്ട്. കമ്പനി 11 രൂപയാണ് ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. തേജസ് നെറ്റ്വർക്ക്സ് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയുടെ ലോസ് അല്ലെങ്കിൽ നഷ്ടം 71.8 കോടിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് 146 കോടി രൂപയുടെ ലാഭമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. വരുമാനത്തിൽ 43% മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. L&T ഫിനാൻസിന്റെ പ്രോഫിറ്റിൽ 15% മുന്നേറ്റം രേഖപ്പെടുത്തി. വരുമാനം 3.8% ഉയർന്നിട്ടുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സ് ആണ് റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു കമ്പനി. നല്ലൊരു നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ ഫോഴ്സ് മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്സ് ആൻഡ് ഫോക്കസിൽ വെക്കാവുന്നതാണ്. പ്രോഫിറ്റിൽ 210% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനം 17% ഉയർന്നിട്ടുണ്ട്. 40 രൂപ ഓഹരി ഒന്നിന് 40 രൂപ എന്ന റേഞ്ചിൽ കമ്പനി ഇപ്പോൾ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ലോയ്ഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് 27% കുറയുകയാണ് ചെയ്തത്. വരുമാനം 23% കുറഞ്ഞിട്ടുണ്ട്. പൂനാവാല ഫിൻകോർപ്പിന്റെ പ്രോഫിറ്റ് 81% കുറഞ്ഞിട്ടുണ്ട്. റവന്യൂവിൽ 11% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. NDTVയുടെ നഷ്ടം 8 കോടി രൂപയിൽ നിന്നും 60 കോടി രൂപയായിട്ട് ഉയരുകയാണ് ചെയ്തിരിക്കുന്നത്. വരുമാനം 19% വർദ്ധിച്ചിട്ടുണ്ട്. മഹീന്ദ്ര ഹോളിഡേയ്സിന്റെ പ്രോഫിറ്റിൽ 12% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വരുമാനം 2.7% കുറഞ്ഞിട്ടുണ്ട്. ടാറ്റ ടെക്നോളജീസിന്റെ പ്രോഫിറ്റ് 20% ഉയർന്നിട്ടുണ്ട്. വരുമാനം 1.2% കുറഞ്ഞിട്ടുണ്ട്. DCB ബാങ്ക്സിന്റെ പ്രോഫിറ്റ് 13% ഉയരുകയാണ് ചെയ്തിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 9% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. RBL ബാങ്ക് ആണ് ശ്രദ്ധിക്കേണ്ട
മറ്റൊരു ഓഹരി. പ്രോഫിറ്റ് 80% ഇടിയുകയാണ് ചെയ്തിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും 2.3% കുറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് NPA 2.6% കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം കമ്പനികളുടെയും പ്രോഫിറ്റും വരുമാനവും ഒക്കെ കുറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ കുറച്ച് കമ്പനികൾ മാത്രമാണ് നല്ലൊരു നമ്പേഴ്സ് റിലീസ് ചെയ്തിരിക്കുന്നതെന്ന് റിസൾട്ടിൽ നിന്ന് വ്യക്തമാണ്. ഇനി റിസൾട്ടുകൾ അല്ലാതെ മറ്റ് സ്റ്റോക്കുകൾ കൂടി ശ്രദ്ധിക്കാം. റെയിൽടെൽ കോർപ്പറേഷൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിക്ക് 90 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ കിട്ടിയതായിട്ട് അറിയിച്ചിട്ടുണ്ട്. റോഡ് ട്രാൻസ്പോർട്ടിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത്. ഗെയിലിന്റെ ശ്രദ്ധിക്കാവുന്നതാണ്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോളോ ടയേഴ്സ് ശ്രദ്ധിക്കാവുന്നതാണ്. അവരുടെ നെതർലാൻഡിലെ അവരുടെ ഫെസിലിറ്റി അടച്ചു പൂട്ടുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹീന്ദ്ര ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനി SML ഇസൂസുവിനെ 555 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട്. 58.96% ഓഹരികളാണ് ഏറ്റെടുക്കുക. ഇൻഡസ് ടവേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനി ഇപ്പോൾ ഡിവിഡൻഡും ബോണസും ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗം ഏപ്രിൽ 30 ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് ഇൻട്രാഡേയിൽ കൺസിഡർ ചെയ്യേണ്ട സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. വേദാന്ത നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നവീൻ ഫ്ലൂറൈൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കോൺകോറിന്റെ ഓഹരികൾ ശ്രദ്ധിക്കാവുന്നതാണ്. TCS എന്നൊരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവ് ശ്രദ്ധിക്കാവുന്നതാണ്. ബന്ധൻ ബാങ്കും നമുക്ക് ശ്രദ്ധിക്കാമെന്ന് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ടാർഗറ്റ് പ്രൈസും സ്റ്റോപ്പ് ലോസും ഒക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.